പണ്ഡിറ്റ് കറുപ്പൻ എന്ന് പറയുന്ന കവി പരിശുദ്ധ പ്രവാചകനെ പറ്റി പറഞ്ഞത്. ആ കറുപ്പൻ മലയാളികളോട് കവിത പാടി. എന്താ പാടിയത്? അരിയായി അരികത്തണഞ്ഞിടും നരനും സ്നേഹരസത്തിലഗ്രജൻ. ശത്രുവായിട്ട് മുന്നിലേക്ക് കടന്നു വരുന്ന ആൾക്ക് പോലും ജ്യേഷ്ഠന് തുല്യമായി ഉപദേശം കൊടുക്കുന്ന ഒരു നായകൻ അതായിരുന്നു മുഹമ്മദ് നബി എന്നാണ് പണ്ഡിറ്റ് കറുപ്പന്റെ കവിതയിൽ പറയപ്പെടുന്നത്. ശത്രുവായിട്ട് മുന്നോട്ട് വരുന്ന മനുഷ്യന്റെ മുമ്പിലും അഗ്രജൻ, ജ്യേഷ്ഠന്റെ ഗുണദോഷം നടത്തുന്ന സ്നേഹനിധിയായ പ്രവാചകൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മലയാളം കൂടുതൽ വായിച്ച ഒരു കവിയാണ് മഹാകവിയായ ഇക്കിരി കൃഷ്ണൻ. ആ ഇക്കിരി കൃഷ്ണൻ നമ്മളോട് പറയുന്നുണ്ട്, പരിശുദ്ധ പ്രവാചകന്റെ ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ മുഴുവൻ മുടിനാരിയുടെ കീറിയിട്ട് മലയാളിയുടെ മുമ്പിലേക്ക് സമർപ്പിച്ച കവിയാണ് ഇക്കിരി കൃഷ്ണൻ. അവസാനം അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ആ മഹാകവി മലയാളിയോട് ചോദിച്ചൊരു ചോദ്യം എന്താ ഇക്കിരി കൃഷ്ണൻ ചോദിച്ചത്? പാരിയുടെ അൽ അമീൻ എന്നൊരു പേരിനെ ആരുതാൻ അർഹൻ അർഹൻ. ഈ പ്രവാചകനല്ലാതെ അൽ അമീൻ എന്ന പേരിന് അർഹതയുള്ളത് പിന്നെ മറ്റാരാൻ? ആ ചോദ്യം ചോദിച്ചത് ആരാണ്? മഹാകവി ഇക്കിരി കൃഷ്ണനാണ്. എന്റെ പ്രിയപ്പെട്ടവർ, NC നാരായണൻ എന്ന് പറയുന്ന ഒരു കവിയുണ്ട്. അദ്ദേഹം ചോദിച്ചത് വേറെ ചോദ്യമാണ്. ഗുണനിധി ഭഗവാൻ റസൂൽ വന്നണയും മുഹൂർത്തം. റബീഉൽ അവ്വൽ 12 പറ്റി NC നാരായണൻ ചൊല്ലിയ കവിത അതാണ്. ഗുണനിധി ഭഗവാൻ റസൂൽ വന്നണയും മുഹൂർത്തം. കഴിഞ്ഞയാഴ്ച UP-യിൽ പ്രവാചക നിന്നക്കെതിരെ പ്രതിഷേധം നടത്തിയ ജാവേദ് എന്ന് പറയുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരന്റെ വീട് പൊളിക്കാണ്. എപ്പോഴാണ് അവിടുത്തെ ഭരണകൂടത്തിന്റെ നോട്ടീസ് കടന്നു വരുന്നത്? ഞായറാഴ്ച പ്രഭാത സമയത്ത് പൊട്ടിവിടരുമ്പോ അദ്ദേഹത്തിന്റെ വീടുകളെ ബുൾഡോസറിന്റെ കൊക്കകളെ കൊണ്ട് തരിപ്പണമാക്കുകയാണ്. എന്നാല് നിങ്ങളുടെ വീട് പൊളിക്കപ്പെടുകയാണ് എന്ന നോട്ടിഫിക്കേഷൻ കിട്ടുന്നത് എപ്പോഴാണ്? അതിന്റെ തലേ ദിവസം രാത്രിയാണ്. 1958 അതേ സംസ്ഥാനത്ത് കടന്നു വന്ന ബിൽഡിംഗ് റെഗുലേഷൻ ആക്ട് അനുസരിച്ച് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടത്തപ്പെട്ട ഒരു നിർമ്മാണം നടത്തപ്പെട്ട ഒരു കെട്ടിടം പൊളിക്കണമെങ്കിൽ കോടതിയുടെ നിയമം പോലും അതിന്റെ 15 ദിവസം മുമ്പ് നോട്ടീസ് കൊടുക്കണം. ബന്ധപ്പെട്ട അധികാരികളെ കൃത്യമായ കാര്യം ബോധ്യപ്പെടുത്തണം. അപ്പൊ ആളുകൾ പറയാണ്, ഞങ്ങളുടെ കെട്ടിടം പൊളിക്കപ്പെടുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ന്യായം കോടതിയുടെ മുമ്പിൽ ബോധ്യപ്പെടുത്താനുള്ള സാവകാശം വേണം, ഞങ്ങൾക്ക് അപ്പീലിന് പോകാൻ കഴിയണം. അങ്ങനെ അപ്പീലിന് പോകണം എന്ന് പറയുന്ന ആളുകൾക്ക് 30 ദിവസത്തെ സാവകാശം കൊടുക്കണമെന്ന് 1958 ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ റെഗുലേഷൻ ആക്ട് പറയുന്ന അതേ സംസ്ഥാനത്തിന്റെ മടിത്തട്ടിലാണ് കഴിഞ്ഞ ശനിയാഴ്ച അർദ്ധരാത്രി നോട്ടീസ് പതിക്കുക. ഞായറാഴ്ച ദിവസം പ്രഭാതം പൊട്ടിവിടരുന്ന നേരത്ത് കണ്ടും തിരുമ്പി വരുമ്പോ ഗൃഹനാഥനും ഗൃഹനായികയും ബന്ധുമിത്രാദികളും കാണുന്നത് തങ്ങൾ പൊന്നുപോലെ പണിതുണ്ടാക്കിയ സ്വപ്ന ഭവനത്തെ ഭരണകൂട ഭീകരതയുടെ ഭാഗമായിട്ട് JCB കൊണ്ടുവന്നിട്ട് തച്ച് തകർക്കുക. ഇവിടുത്തെ ന്യായം. നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോ ഏതോ ഒരു വികാര വിക്ഷോഭം നമ്മളെയൊക്കെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കരളിന്റെ കഷ്ണമായ, നമ്മുടെ ചെങ്കിലെ ചോരയായ, നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണിയായ, നമ്മുടെ ഹൃദയത്തിന്റെ തുടിപ്പായ, നമ്മുടെ ശ്വാസനിശ്വാസങ്ങളുടെ മർമ്മരമായ, നമ്മുടെ അപദാനങ്ങളുടെ, നമ്മുടെ വാഴ്ത്താരികളുടെ, നമ്മുടെ പ്രകീർത്തനങ്ങളുടെ, നമ്മുടെ സ്തുതി കീർത്തനങ്ങളുടെ, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളുടെയും പ്രതീക്ഷയായ വിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ പൂമാനെ അപകീർത്തിപ്പെടുത്തുക, അവിടത്തെ നിന്ദിക്കുക, അതൊരിക്കലും ഒരു മുഅ്മിനായ സത്യവിശ്വാസിയായ അവിടുത്തെ അനുയായിക്ക് സങ്കല്പിക്കുക പോലും അസാധ്യമാണ്. അവിടെ നിന്നാണ് ഇങ്ങനെയുള്ള പ്രക്ഷോഭങ്ങള് ആരോഗ്യകരമായിട്ട് ഉയർകൊള്ളുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പുരുഷാകൃതി പൂണ്ട ദൈവമോ വിശുദ്ധ പ്രവാചകരെ ഞാൻ അങ്ങയെ പഠിക്കുകയാണ് എന്ന് ശ്രീനാരായണ ഗുരുദേവൻ നമ്മൾ ആലോചിക്കണം. വർക്കലയിൽ പ്രതിഷ്ഠ നിർവഹിച്ച ഗുരുദേവൻ നമ്മൾ ആലോചിക്കണം. ഈ രാജ്യത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട പതിതപര കോടികളായ ആളുകൾക്ക് വേണ്ടി രായ്ക്ക് രാമാനം ശബ്ദമുയർത്തിയ ശ്രീനാരായണ ഗുരു അറേബ്യയുടെ രാജകുമാരനെ പറ്റി
പഠിക്കുകയാണ്. അദ്ദേഹത്തെ ആരും പോയിട്ട് പ്രചോദിപ്പിച്ചിട്ടല്ല, അദ്ദേഹം അത് പഠന വിധേയമാക്കുകയാണ്. അതിനുശേഷമാണ് കേരളം ഏറ്റെടുത്ത കവിതാശകലങ്ങള് മാലോകരോട് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്, പുരുഷാകൃതി പൂണ്ട ദൈവമോ, ഞാൻ പഠിച്ച പരിശുദ്ധ പ്രവാചകൻ പുരുഷന്റെ ആകൃതിയിൽ ദൈവം തന്റെ മണ്ണിലേക്ക് കടന്നു വന്നതാണോ, നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ, അതോ ധർമ്മം എന്ന് പറയുന്ന ഒരു പ്രതിഭാസം നരന്റെ ആകൃതിയിൽ മണ്ണിലേക്ക് അവതരിച്ചതാണോ, പരമേശ്വര പവിത്ര പുത്രനോ, പരമനായ ഈശ്വരൻ തമ്പുരാന്റെ പവിത്രനായ പുത്രനാണോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം? അതുകൊണ്ട് കരുണാവാം നബി മുത്തുരത്നമോ, കാരുണ്യത്തിന്റെ പ്രവാചകൻ രത്നമാണോ, മരതകമാണോ, മാണിക്യമാണോ, ഗോമേതകമാണോ, ഇന്ദ്രനീലമാണോ, പുഷ്യരാഗമാണോ, വൈഢൂര്യമാണോ, നവരത്നങ്ങളിൽപ്പെട്ട ഊതിക്കാച്ചി മിനുക്കിയെടുത്ത സ്ഫടിക സമാനമായ സ്ഫുടം ചെയ്തെടുക്കപ്പെട്ട ഒരു മോത്തി, ഒരു മുത്താണ് വിശുദ്ധ പ്രവാചകൻ എന്ന് മലയാളിയോട് കവിത പാടിയ ശ്രീനാരായണ ഗുരുദേവന്റെ ആർഷഭാരത സംസ്കാരങ്ങളെ, ആധ്യാത്മിക ദർശനങ്ങളെ ഉൾക്കൊണ്ട മണ്ണാണ് നമ്മുടെ മണ്ണ് എന്ന് നാം എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, എത്രയെത്ര ബുദ്ധിജീവികൾ, എത്രയെത്ര ഉൽപ്പതിഷ്ണുക്കൾ, എത്രയെത്ര ശാസ്ത്രജ്ഞർ, എത്രയെത്ര വിദ്യാഭ്യാസ പടുക്കൾ, എത്രയെത്ര പരിഷ്കർത്താക്കൾ, എത്രയെത്ര നവോത്ഥാന നായകന്മാരാണ് വിശുദ്ധ പ്രവാചകനായ മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം വാഴ്ത്തി പറഞ്ഞത്, അവിടത്തെ പറ്റി കവിത പാടിയത്. VS നടരാജൻ എന്ന് പറയുന്ന മലയാളികൾക്ക് മുമ്പിലെ യശശരീരനായ കവിയാണ് അദ്ദേഹം. അദ്ദേഹമാണ് പറഞ്ഞത്, വീരിയും സൗഹാർദ്ദത്തിൽ മഞ്ഞപ്പൂങ്കുല ചൂടി ചിരിച്ചെയ്ത അറേബ്യതൻ മണൽക്കാടെന്ന് ആദ്യമായി അറേബ്യയുടെ മണൽക്കാട് പുഞ്ചിരി തൂകിയത് എപ്പോഴാണ് എന്ന് നടരാജൻ എന്ന് പറയുന്ന മലയാളത്തിന്റെ യശശരീരനായ കവി മലയാളികളെ ബോധ്യപ്പെടുത്തുകയാണ്. അറേബ്യൻ മണലാരണ്യത്തെ മലർവാടിയാക്കി മാറ്റാൻ കടന്നു വന്ന ഒരു നായകന്റെ നിയോഗം. അദ്ദേഹം അങ്ങനെയാണ് കവിത പാടിയത്. വിരിയും സൗഹാർദ്ദത്തിൻ മഞ്ഞപ്പൂങ്കുല ചൂടി ചിരിച്ചേതറേബ്യതൻ മണൽക്കാടന്നാദ്യമായി നബിയാം തിരുമേനി മർത്യരെ പഠിപ്പിച്ച മാനവാ സ്നേഹത്തിന്റെ പല്ലവി ജനിക്കുന്നു. ആരാ പാടിയത്? നടരാജൻ. പരിശുദ്ധ നബി തിരുമേനി മർത്യനെ പഠിപ്പിച്ച മാനവ സ്നേഹത്തിന്റെ പുതിയ അധ്യായമാണ് മണലാരണ്യത്തിൽ തുറക്കപ്പെട്ടത്. എന്നിട്ട് അദ്ദേഹം നടത്തിയൊരു പ്രയോഗമുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരുപ്പറമ്പിനെ മലർവാടിയാക്കി മാറ്റിയ പരിഷ്കർത്താവാണ് എന്ന്. ആരെയാണ് അവിടെ നിന്ന് നോവിച്ചത്? ഒരാളെയും നോവിച്ചിട്ടില്ല. ഇതര മതസ്ഥരോട് നിങ്ങൾ എങ്ങനെ പെരുമാറണം എന്ന് കൃത്യമായ ഒരു മാനിഫെസ്റ്റോ പോലെ സ്വന്തം അനുയായികളെ പഠിപ്പിച്ച നായകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഹൃദയത്തിന്റെ അകത്തളത്തിലെ സിന്ദൂരച്ചപ്പിൽ നിന്ന് അടർത്തിയെടുത്ത സ്നേഹം ഞങ്ങൾ പറിച്ചു കൊടുക്കുന്നത് വിശുദ്ധ മുഹമ്മദ് നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മുസ്ലിമിന് കാറ്റിനോട് കവിത പാടാൻ തോന്നിപ്പോയത്. അതുകൊണ്ടാണ് പറവയോട് കവിത പാടാൻ തോന്നിപ്പോയത്. എത്രയെത്ര മാപ്പിളപ്പാട്ടുകളിലൂടെയാണ് പ്രവാചക സ്നേഹം പീരുപടർത്തിയത്. അത് എല്ലാ അതിന്റെ തിരശ്ശീലകളെയും മാറ്റിയിട്ട് പുറത്തേക്ക് കടന്നു വന്നത്. എത്ര ആളുകളാണ്? ഹറം ചുറ്റി ഒഴുകുന്ന പൂങ്കാറ്റേ, അറബിക്കടൽ താണ്ടി വന്നാട്ടേ, ഇന്ദപ്പാന പൂക്കുന്നാട്ടിൻ്റെ ഇതിഹാസമൊന്ന് പറഞ്ഞാട്ടേ. അവിടെ കവിത പാടിയത് കാറ്റിനോടാണ്. തന്റെ മുന്നിലൂടെ അലയടിച്ചു പോയ ശീതപ്പവനൻ, നല്ല തണുത്തുറഞ്ഞ രാത്രികളിൽ തന്റെ തഴുകിത്തലോടിയ മന്ദമാരുതൻ, ആ മാരുതനോടാണ്, ആ ഇളം തന്നലിനോടാണ്, ആ കാറ്റിനോടാണ് കവി കിന്നാരം പറഞ്ഞത്. എന്താ പറയുന്നത്? കാറ്റേ, നീയൊന്ന് പോകുമോ? ഹറം ചുറ്റി വരുമോ? നിനക്ക് പാസ്പോർട്ടിന്റെ ആവശ്യമില്ല, നിനക്ക് എമിഗ്രേഷൻ ക്ലിയറൻസിന്റെ ആവശ്യമില്ല, നിനക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അതിർത്തി കടന്നു പോകാം, രാജ്യാതിർത്തികൾ കടന്നു പോകാം,
ഉപഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഭൂഖണ്ഡങ്ങളിലേക്ക് കടന്നു പോകാം. നിനക്ക് കടൽ കടക്കാം. നിനക്ക് വൈമാനിക യാത്രയുടെ ആവശ്യമില്ല. നിനക്ക് എമിഗ്രേഷൻ ക്ലിയറൻസിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് അനായാസം ഊരു ചുറ്റുന്ന കാറ്റിനോട് കവിത പാടാൻ കവിക്കുള്ള മാനസികാവസ്ഥ ഉണ്ടായത് അത് ഹുബ്ബുൻ നബിയിൽ നിന്നാണ്. അത് പ്രവാചകാനുരാഗത്തിൽ നിന്നാണ്. ഹുബ്ബുൻ നബി അലൽ ഇൻസാനി മുഫ്തറദു വഹുബ്ബു അസ്ഹാബിഹി നൂറൻ ബിബുർഹാനി. പരിശുദ്ധ പ്രവാചക തിരുമേനിയെ സ്നേഹിക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യന്റെയും കടമയാണ്, കടപ്പാടാണ്, ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്, അവന്റെ നിർബന്ധമാണ്. അതുകൊണ്ട് വഹുബ്ബു അസ്ഹാബിഹി നൂറൻ ബിബുർഹാനി. അവിടുത്തെ സഹാബത്തിനോട് സ്നേഹം വെക്കലും അങ്ങനെയാണ്. അതുകൊണ്ട് നബിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെയുണ്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മുഴുവൻ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ്. പരിശുദ്ധ റസൂലിന് ഇഷ്ടപ്പെട്ടത് എന്തൊക്കെയുണ്ടോ അത് ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടതാണ്. അള്ളാന്റെ റസൂൽ ഒരു സഹാബിയായ രോഗിയായി കിടക്കുന്ന ആളെ സന്ദർശിക്കാൻ വേണ്ടി ഒരു ഘട്ടത്തിൽ കടന്നുപോയപ്പോഴാണ് പരിശുദ്ധ റസൂലിന് വഴി പിഴച്ചുപോയി. സഹാബികൾ പിന്നിൽ നിന്ന് പറഞ്ഞു, ആ വഴിയല്ല നബിയെ, ഇത് വഴിയാണ് ആ മനുഷ്യന്റെ വീട്ടിലേക്ക് പോകേണ്ടത് എന്ന്. അതറിഞ്ഞ പരിശുദ്ധ പ്രവാചകൻ വീണ്ടും യഥാർത്ഥ വഴിയിലേക്ക് തിരിച്ചു വരികയാണ്. കാലങ്ങൾ ഒരുപാട് കടന്നുപോയി, യുഗങ്ങൾക്ക് വഴിമാറുകയാണ്. പരിശുദ്ധ പ്രവാചക തിരുമേനി ലോക ചരിത്രത്തിന്റെ ഭാഗധേയം സൃഷ്ടിക്കുകയാണ്. അവിടെ നിന്ന് ലോകത്തോട് വിട പറയുകയാണ്. പിൽക്കാലത്ത് ഇതേ സഹാബിയുടെ വീടിന്റെ വഴിയിലൂടെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് യാത്ര ചെയ്യാനുള്ള അവസരമുണ്ടാവുകയാണ്. അപ്പോഴാണ് യഥാർത്ഥ വഴി ഇതാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പരിശുദ്ധ പ്രവാചക തിരുമേനി പിഴച്ചുപോയ വഴിയിലൂടെ മനഃപൂർവ്വം പിഴച്ച് നടക്കുകയാണ്. അപ്പോഴാണ് പിന്നിലുള്ള അനുയായികൾ ചോദിച്ചു പോയത്, ഇബ്നു ഉമർ, അല്ലയോ ഉമർ തങ്ങളുടെ മകനായ അബ്ദുല്ലാ, യഥാർത്ഥ വഴി ഇതാണ് എന്നറിഞ്ഞിട്ട് പോലും എന്തിനാണ് അങ്ങ് കുറച്ച് വഴി പിഴച്ച് നടന്നതിന്റെ ശേഷം തിരിച്ചു വന്നത് എന്ന്. അള്ളാന്റെ റസൂലിൻ ലോകത്തോട് വട പറഞ്ഞു പോയതിന്റെ ശേഷം അതുവഴി മനഃപൂർവ്വം പിഴച്ചു നടന്നുപോയ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനോട് തന്റെ അനുയായികൾ ചോദിക്കുമ്പോ ആ സഹാബി വര്യൻ പറഞ്ഞു പോയ മറുപടി, യഥാർത്ഥ വഴി ഇതാണെന്ന് അറിഞ്ഞിട്ട് പോലും ഞാൻ അവിടെ പിഴച്ച് നടന്നു പോയത് മറ്റൊന്നിനുമല്ല, വർഷങ്ങൾക്ക് മുമ്പ് ഇതുവഴി പരിശുദ്ധ റസൂല് നടന്നു പോയപ്പോ അറിയാതെ പുണ്യ റസൂല് വഴി പിഴച്ചു പോയി. പിന്നെ റസൂല് യഥാർത്ഥ വഴിയിലേക്ക് തിരിച്ചു വന്നു. ആ പിഴച്ചത് പോലും അതുപോലെ പകർത്താൻ എനിക്കിഷ്ടമാണ്. കാരണം പരിശുദ്ധ നബിയല്ലേ അവിടെ പിഴച്ച് നടന്നു പോയത് എന്ന് മറുപടി പറഞ്ഞു പോയ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ വഹുബ്ബു അസ്ഹാബിഹി നൂറൻ ബിബുർഹാനി. ആ സ്നേഹമഹോ ജയിപ്പോ. അതുകൊണ്ടാണ് നമ്മൾ അവിടുത്തെ അങ്ങനെ സ്നേഹിക്കുന്നത്. മേരി ജിന്ദഗി കോ ചാഹോ മുജലേ ചലോ മദീന. എന്റെ ജീവിതം നിങ്ങൾ ഇവിടെ താല്പര്യപ്പെടുകയാണെങ്കിൽ ദയവ് ചെയ്ത് എന്നെ മദീനയിലേക്ക് കൊണ്ടുപോകണം. കവിത പാടിയതാൻ, അല്ലാമ ഇഖ്ബാൽ കവിത പാടിയതാൻ. എന്റെ ജീവിതം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ? മുജലേ ചലോ മദീന, എന്നെ മദീനയിലേക്ക് കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ അനുരാഗം പൊട്ടിപ്പുറപ്പെട്ടിട്ട് ഹൃദയത്തിന് സ്തോഭം സംഭവിച്ചിട്ട് ഞാൻ ഇവിടെ പെടഞ്ഞു മരിക്കുന്നതാണ്. എന്റെ അസുഖം അനുരാഗമാണ്. അതുകൊണ്ട് അനുരാഗം എന്ന രോഗത്തെ പിടിച്ചു കെട്ടാൻ ഇവിടെ ചികിത്സയില്ല, ഇവിടെ ഒരു ഔഷധം ഇല്ല. അതുകൊണ്ട് മേരി ജിന്ദഗി കോ ചാഹോ മുജലേ ചലോ മദീന, മുझे मौत भी जो आए तो हज़ामिने മദീന. അങ്ങനെ എനിക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ അത് മദീനയിൽ വെച്ചാവട്ടെ എന്ന് കവിത പാടിയത് എന്തിന്റെ പേരിലാണ്? അത് പ്രവാചക പ്രേമത്തിന്റെ പേരിലാണ്. ആ പ്രേമത്തിന് പിന്നെ നിർവചനം നൽകാൻ ഒരിക്കലും സാധ്യമല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് എല്ലാവരും ഇവിടെ വാഴ്ത്തി പറഞ്ഞതാണ്. പരിശുദ്ധ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തി. നിങ്ങൾ ഇന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ ട്വിറ്ററിൽ ഫോളോവേഴ്സ് ഉള്ളവരെ
ആവിഷ്കാരം നടത്താറുണ്ട്. ഫേസ്ബുക്കിൽ ഫോളോവേഴ്സ് ഉള്ളവരെ പറ്റി നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ഇത്ര കോടി ഫോളോവേഴ്സ്, ഇത്ര കോടി, എത്ര ലക്ഷം ലൈക്കുകൾ. അതുകൊണ്ട് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഫോളോവേഴ്സിനെ തെരഞ്ഞു നടക്കുന്ന ആരാധ്യന്മാരുടെ പരിവേഷമുള്ള ഒരുപാട് ആളുകൾ, സെലിബ്രിറ്റികള്, സ്പോർട്സ് താരങ്ങൾ, സിനിമാ താരങ്ങൾ, പൊളിറ്റീഷ്യൻസ് നിറഞ്ഞിരിക്കുന്ന ലോകത്തിന്റെ നടുത്തളത്തിൽ ഇന്നും ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരേ ഒരു രാജാവ്, ഒരേ ഒരു വ്യക്തി, ഒരേ ഒരു ലീഡർ, ഒരേ ഒരു നായകൻ, അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനൊന്ന് ചോദിക്കട്ടെ, എല്ലാ മതങ്ങളെയും എല്ലാ പ്രത്യയശാസ്ത്രങ്ങളെയും ഉൾക്കൊണ്ടിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഏതെങ്കിലും ഒരു മതത്തിന്റെ ആചാര്യനെ പറ്റി, ആ മതത്തിന്റെ അനുയായി, ഏതെങ്കിലും ഒരു മതത്തിന്റെ നായകനെ പറ്റി ആ നായകന്റെ അനുയായി ചർച്ച ചെയ്യുകയാണ്. ഞങ്ങളുടെ നായകൻ എങ്ങനെയാണ് ഭക്ഷണം കഴിച്ചത് എന്നിട്ട് അത് കുടുംബത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ. എന്ത് മക്കളെ, പരിശുദ്ധ പ്രവാചകൻ ഭക്ഷണം കഴിച്ചത് ഇങ്ങനെയാണ്, ഞങ്ങളുടെ നായകൻ എങ്ങനെയാണ് കിടന്നുറങ്ങിയത്, പരിശുദ്ധ പ്രവാചകൻ കിടന്നുറങ്ങിയത് ഇങ്ങനെയാണ്. ഈ അടുത്താണ്, 2 ആഴ്ച മുമ്പ് എന്റെ മഹലിലുള്ള ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം കൂലിപ്പണിക്ക് പോകുന്ന ഒരു സാധാരണ രീതിയിലുള്ള ഒരു തൊഴിലാളിയാണ്. അദ്ദേഹം ഒരു മതപണ്ഡിതനല്ല, അദ്ദേഹം ഒരു പണ്ഡിത വിദ്യാർത്ഥിയല്ല. എന്നിട്ടും ഫോള് വിളിച്ചിട്ട് അപ്പുറത്ത് അദ്ദേഹം ചോദിക്കുകയാണ്, ഉസ്താദേ 2-3 ആഴ്ച കഴിഞ്ഞാൽ വീട് കുടിയിരിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് എന്റെ കട്ടിലിന്റെ പൊസിഷൻ, എന്റെ ബെഡിന്റെ പൊസിഷൻ ഏത് രീതിയിലാണ്, പരിശുദ്ധ പ്രവാചകൻ എങ്ങനെയാണ് കിടന്നുറങ്ങിയത്, അവിടുന്ന് ഏത് ഭാഗത്തേക്കാണ് ചെരിഞ്ഞു കിടന്നത്, അവിടുന്ന് ഏത് ഭാഗത്താണ് മുഖം വെച്ചത്, അവിടുന്ന് ഏത് രീതിയിലാണ് ശരീരം വെച്ചത്, അവിടുന്ന് എങ്ങനെയാണ് കിടന്നുറങ്ങിയത്, എന്റെ വീട്ടിൽ കട്ടിലിടുമ്പോ, എന്റെ വീട്ടിൽ ബെഡിടുമ്പോ ആ രീതിയിൽ അത് ചെയ്യാനാണ് എന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു മാനിഫെസ്റ്റോ വായിച്ചിട്ടല്ല. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ കട്ടിട്ട് ഇല്ലെങ്കിലും അദ്ദേഹത്തിന് കിടന്നുറങ്ങാൻ കഴിയും അല്ലേ? എന്തിനാണ് ഒരു സാധാരണക്കാരായ ഒരു മനുഷ്യനെ ഹൃദയത്തിൽ തട്ടുന്ന ഈ ഒരു ചോദ്യം ചോദിക്കേണ്ടി വന്നത്? അത് അനുരാഗമാണ്, അത് സുന്നത്താണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ലോകത്ത് ഇത്രയും വലിയ ഫോളോവേഴ്സ് ഉള്ള ഏത് നേതാവുള്ളത്? പരിശുദ്ധ പ്രവാചകനെ പറ്റി ചർച്ച ചെയ്യാൻ അനുയായികൾ, ഞങ്ങളുടെ നായകൻ എങ്ങനെയാ ഭക്ഷണം കഴിച്ചത്, അവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ഏത് രീതിയിലാണ് ഇരുന്നത്, അവിടുന്ന് ഭക്ഷണം തളികയിലേക്ക് വിളമ്പപ്പെടുമ്പോ എങ്ങനെയാ ഭക്ഷണം കഴിച്ചത്, ഇതൊക്കെ ഇസ്ലാമിൽ വലിയ ചർച്ചയായില്ലേ? ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഇരുത്തം അതൊരു പാഠശാലയിലെ അധ്യാപന രീതിയായി. ഭക്ഷണം കഴിക്കുമ്പോ എത്ര വിരലുകൾക്ക് സ്ട്രെസ് കൊടുക്കണം, അതൊരു പാഠശാലയിലെ അധ്യാപന രീതി. വിരലുകൾ എങ്ങനെ ഊമ്പണം, വെള്ളം എങ്ങനെ കുടിക്കണം, ഏത് കൈ കൊണ്ട് സ്ട്രെസ് കൊടുക്കണം, എങ്ങനെ ബിസ്മി ചൊല്ലണം, എങ്ങനെ വെള്ളം കുടിക്കണം, ഇതൊക്കെ ചർച്ചാ വിഷയമായത് എങ്ങനെയാണ്? ഒരു നായകൻ അങ്ങനെ ചെയ്തത് കൊണ്ടാണ്, ഒരു നേതാവ് അങ്ങനെ ചെയ്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, അവിടുന്ന് ചെയ്തത് മുഴുവനാണ് നമ്മുടെ ജീവിതം. അപ്പോ നുബുർ ശർമ്മമാരൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ എങ്ങനെ നോവിപ്പിച്ചാലും ഞങ്ങൾക്ക് നൊന്തുപോകും. നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാകുന്നതല്ല. ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം മാതാപിതാക്കളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഞാനൊരു കാര്യം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താൻ. നമ്മളൊന്ന് സങ്കല്പിക്കുക, നുബുർ ശർമ്മ പറഞ്ഞത് നമ്മുടെ ഉമ്മാക്കെതിരെയാണ് എങ്കിൽ, നുബുർ ശർമ്മമാര് പ്രസ്താവന ഇറക്കിയത് നമ്മുടെ പിതാവിനെതിരെയാണ്, നമ്മുടെ മക്കൾക്കെതിരെയാണെങ്കിൽ നമ്മുടെ മനസ്സ് എത്രമാത്രം നൊന്തുപോകും, എത്രമാത്രം സ്തോഭജനകമായ അന്തരീക്ഷത്തിലേക്ക് വഴി നടത്തപ്പെടും, എത്രമാത്രം ഹൃദയാവർജകമായ വാക്കായി അത് മാറും. നമുക്കെത്ര അത് പൊള്ളും, നമ്മളെ എത്രമാത്രം ആ വാക്ക് അലോസരപ്പെടുത്തും, നമ്മളെ എത്രമാത്രം ആ സ്റ്റേറ്റ്മെന്റ് ഹേർട്ട് ചെയ്യും. എന്നാൽ നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ നിങ്ങൾ പൊന്നുപോലെ നോക്കുന്ന മക്കളെക്കാൾ സ്നേഹം എനിക്ക് നിങ്ങൾ നൽകുമ്പോഴാണ് നിങ്ങൾ പരിപൂർണ വിശ്വാസിയായത് എന്ന് ഒരു മതത്തിന്റെ ഫ്രെയിംവർക്കിന്റെ ചട്ടക്കൂടിന്റെ അകത്ത് നിന്ന് ഉൾക്കടമായിട്ട് വിശ്വസിക്കുകയും ആ അഭിനിവേശത്തിലൂടെ ജീവിതത്തിന്റെ ഫ്രെയിംവർക്കിന് ഊടും പാവും നെയ്തെടുക്കുകയും ചെയ്ത ഒരു വിശ്വാസി സമൂഹത്തിന്റെ മുമ്പിൽ നുബുർ ശർമ്മമാര് നടത്തുന്ന പ്രസ്താവന എത്രമാത്രം അവരെ വേദനിപ്പിക്കുമെന്ന് ഈ രാജ്യത്തെ മതേതര വിശ്വാസി ആലോചിക്കണം. അതിനാണ് ഈ പ്രക്ഷോഭം, അതിനാണ് ഈ പ്രമേയം. അതുകൊണ്ട് പരിശുദ്ധ പ്രവാചകൻ ആരെയും വേദനിപ്പിച്ചിട്ടില്ല. ഇനി നമ്മുടെ ലാക്കതല്ല, നമ്മളെ ഒരു മതത്തെയും ലാക്കാക്കാൻ പാടില്ല. അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞത്? എന്നാരെങ്കിലും കുറ്റപ്പെടുത്തി, എന്റെ പരിശുദ്ധ റബ്ബിനാരെങ്കിലും കുറ്റപ്പെടുത്തി, നിങ്ങൾ അവരുടെ ആരാധ്യ വസ്തുക്കളെ ചീത്ത വിളിക്കാൻ പാടില്ല, നിങ്ങൾ അവരുടെ ആരാധനാ സംവിധാനങ്ങൾ
നിങ്ങളെ അപഹസിക്കാൻ പാടില്ല, നിങ്ങൾ അവരെ പരിഹാസ്യ കഥാപാത്രങ്ങളാക്കി ചിത്രീകരിക്കാൻ പാടില്ല. ഇത് രാജ്യത്തിന്റെ സെക്യുലറിസത്തിന് എതിരാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ രാജ്യത്തെ സഹോദര മതസ്ഥനായ ഹൈന്ദവന്റെ തോളോട് തോളുരമ്മി ജീവിക്കണം. അത് പരിശുദ്ധ പ്രവാചകന്റെ പ്രൊഫറ്റിക് ഐഡിയോളജിയോട് അരുവൽക്കരിക്കലാണ്. അതിനെതിരാകുന്നത് എപ്പോഴാണ്? വേറെ മതക്കാരെ നമ്മൾ ചീത്ത വിളിക്കുമ്പോഴാണ്. പരിശുദ്ധ പ്രവാചകനെ ചീത്ത വിളിച്ചതിന്റെ പേരിൽ നമ്മുടെ ഒരു മതാനുയായിയും ഒരു മതത്തെയോ ഒരു മതത്തിന്റെ ആചാര്യനെയോ ചീത്ത വിളിക്കാൻ പാടില്ല. കാരണം അത് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രവാചകത്വത്തിനെതിരാണ്, അവിടുത്തെ തനിമയാർന്ന ജീവിത വിശുദ്ധിക്ക് എതിരാണ്, അവിടുത്തെ വിശിഷ്ടമായ സ്വഭാവം നമ്മളോടതല്ല പഠിപ്പിച്ചു തന്നത്. If they respect you, please respect them. If they disrespect you, still respect them, because you respect yourself, not others. എന്താണ് അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചത്? If they respect you, അവർ നിന്നെ ആദരിക്കാൻ മുന്നോട്ട് വരികയാണ്, അപ്പോൾ respect them, അവരെ തിരിച്ച് നീ ആദരിക്കണം. വേറെ ഏത് മതാനുയായികളും നിങ്ങളെ ആദരിക്കാൻ വേണ്ടി മുന്നോട്ട് വരികയാണ്. Respect them, അവരെ തിരിച്ച് നിങ്ങൾ ആദരിക്കണം. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ്, if they disrespect you, മറ്റുള്ളവർ നിങ്ങളെ അനാദരിച്ചു, നിങ്ങളോട് മിസ്ബിഹേവ് ചെയ്തു, നിങ്ങൾക്ക് ആദരവ് തന്നില്ല എന്ന് മാത്രമല്ല നിങ്ങളെ അനാദരിക്കുകയാണ് ചെയ്തത് എങ്കിലും സ്റ്റിൽ അപ്പോഴും റെസ്പെക്ട് ദം, അവരെ തിരിച്ച് നിങ്ങൾ ആദരിക്കുകയാണ് വേണ്ടത്, അനാദരിക്കുകയല്ല. ബിക്കോസ് കാരണം യു റെസ്പെക്ട് യുവർസെൽഫ്, നിങ്ങൾ ആദരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തെയാണ്, നോട്ട് അതേഴ്സ്, മറ്റുള്ളവരെയല്ല. അങ്ങാടിയിൽ നിന്ന് നമ്മൾ ഒരാൾ ചീത്ത വിളിക്കാണ്, അതേ അച്ചിൽ വാർത്തെടുക്കപ്പെട്ട അതേ നാണയത്തിലുള്ള ഒരു ചീത്ത കൊണ്ട് നമ്മൾ അയാളെ തെറിയാഭിഷേകം നടത്തി കഴിഞ്ഞാൽ നമ്മളെയും ആളുകൾ വിലയിരുത്തും. ആ പറഞ്ഞ ആളുടെ ക്വാളിറ്റി ഉള്ള മറുപടി പറഞ്ഞ ആൾക്കും എന്ന് വിലയിരുത്തും. ഇതല്ല പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെ ക്വാളിറ്റി. അതുകൊണ്ട് സാങ്കത്യം മനസ്സിലാക്കിയിട്ട് പെരുമാറാൻ അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചു. എന്താ പറഞ്ഞത്? ലോകത്ത് എന്തിനാണ് ഞാൻ പറഞ്ഞേക്കപ്പെട്ടത്? സമ്പൽ സമൃദ്ധമായ സ്വഭാവങ്ങളുടെ ഗുരുവാണ് ഞാൻ. സമ്പൽ സമൃദ്ധമായ സ്വഭാവങ്ങളെ പഠിപ്പിക്കാനാണ് ഞാൻ ഇവിടെ പറഞ്ഞേക്കപ്പെട്ടത്. അതുകൊണ്ടാണ് തങ്ങളവർകൾ പരാമർശിച്ച സുകുമാർ കക്കാടിന് സ്തുതിക്കപ്പെട്ടവൻ എന്ന കവിതയിലൂടെ കവിത പാടാൻ കഴിഞ്ഞത്. എന്ത്? കഷ്ടാമനാഥനായി ജാതനായെങ്കിലും ശിഷ്ടർക്ക് നാഥനായി വർത്തിച്ച സാത്വിക, പൊള്ളും മരുക്കളെ അധ്യാപനങ്ങളാൽ പുഷ്പനികുഞ്ചകമാക്കിയ ചിന്തക, വായ്പിനെന്ന് അത്യുന്നതത്തിൽ നിന്ന് വാതുറന്നോദിയ വിജ്ഞാനദായക, അന്നം കൊടുപ്പിൻ പശിക്കേതിരാദ്യത്തെ അംഗം കുറിച്ചോരവശ സംരക്ഷക, ക്ഷമിപ്പിൻ ക്ഷമാശീലനാണത്രയും ശക്തനെന്നോദിയ വേദഭാരംഗത. അങ്ങനുയായികളോട് പറഞ്ഞതെന്താണ്? ക്ഷമിപ്പിൻ, നിങ്ങളെല്ലാവരും ക്ഷമിക്കുക, ക്ഷമാശീലരാണത്രയും ശക്തൻ. ലോകത്തെ ഏറ്റവും വലിയ ശക്തൻ ആരാണ്? ലൈസ ശദീദു ബിസ്സുർഅ, ദന്തയുദ്ധം നടത്തിയിട്ട് കായികക്ഷമത നേടിയിട്ട് അയോധന പരിശീലനങ്ങൾ നേടിയ ഏറ്റവും വലിയ ബലിഷ്ഠമായ ശരീരത്തിന്റെ ഉടമയായ ഏറ്റവും വലിയ ശക്തനും മല്ലനുമായ ദന്തയുദ്ധം നടത്തുന്ന കായികക്ഷമതയുള്ള തന്ത്രിസ്തിയുള്ള മനുഷ്യനല്ല ശക്തൻ. വലാകിന്ന ശദീദ്, പിന്നെ ആരാണ് ശക്തൻ? മൻ, ഒരുത്തനാണ് യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, ദേഷ്യം വരുന്ന സമയത്ത് സ്വന്തം ശരീരത്തെയും മനസ്സിനെയും മനസാക്ഷിയെയും മസ്തിഷ്കത്തെയും ഹൃദയപരതയെയും കൺട്രോൾ ചെയ്യുന്ന മനുഷ്യനാണ്. അതാണ് ക്ഷമിപ്പിൻ ക്ഷമാശീലനാണത്രയും ശക്തനെന്നോദിയ വേദപാരംഗത. ഏറ്റവും വലിയ ശക്തൻ ക്ഷമയുള്ളവനാണ് എന്ന് അനുയായികളെ പഠിപ്പിച്ച വേദപാരംഗത. അങ്ങനെയുള്ള ഒരു വേദത്തെ പാരായണം ചെയ്തവനായ മുഹമ്മദ് നബിയെ, അങ്ങാണ് ലോകത്തിന്റെ കാരുണ്യം, അങ്ങാണ് ലോകത്തിന്റെ ശാന്തി. അതുകൊണ്ടാണ് ജാതകം തിരുത്തിയിൽ മഹാകവി വള്ളത്തോള് പറഞ്ഞത്, തിരുത്ത നൂറ്റാണ്ടിനിടക്കൊരിക്കരി മരുപ്പറമ്പാമുലകത്തിരീശ്വരൻ ഒരൊറ്റ വൃക്ഷത്തൈ നടുന്നു പാന്ധരായി വരുന്നവർക്കുത്തമ വിശ്രമത്തിനായി
മരുപ്പറമ്പിൽ ഈശ്വരൻ തമ്പുരാൻ വെയിൽ കൊണ്ട് നടക്കുന്ന അനുയായികൾക്ക് വേണ്ടി, പതിതരായ പാന്തരായ ജനസഹസ്രങ്ങൾക്ക് വേണ്ടി ഊശ്വരമായ തപ്തമായ സൈകതപ്പരപ്പുകൾക്കിടയിൽ അതിന്റെ മധ്യാഹ്നത്തിൽ ഈശ്വരൻ തമ്പുരാൻ ഒരു മരത്തിന്റെ തൈ നടുകയാണ്. എന്തിനാണ് ആ തൈ നടന്നത്? ഇനിയൊരു കാലം വരാനുണ്ട്, ഊശ്വരമായ കാലം, വെയിൽ കൊള്ളേണ്ട കാലം. ആ കാലഘട്ടത്തിലെ കാലത്തിന്റെ യൂപപീഠത്തിലേക്ക് ആനയിക്കപ്പെട്ട ബലിയാടുകളെ പോലെ പാർശ്വവൽക്കരിക്കപ്പെട്ട പതിതപരകോടികളായ ജനസഞ്ചയങ്ങള് അനാഥരായിട്ട് ഊരു ചുറ്റുമ്പോ അവൾക്ക് തണലൊരുക്കാൻ ഒരു വടവൃക്ഷം ഇവിടെ അനിവാര്യമാണ്. പാന്തരായി വരുന്നവർക്ക് ഉത്തമ വിശ്രമത്തിനായി. ആരാണ് ഈ പഠിപ്പിച്ചത്? മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ നമ്മളെ പഠിപ്പിച്ചതാണ് എന്റെ പ്രിയപ്പെട്ടവർ. ആ കവി തന്നെ അതിന്റെ ശേഷം പറഞ്ഞു, പരസ്യമാക്കുന്ന പിശാചധർമ്മമീ പരന്നഹിക്കുന്ന സഹിഷ്ണു നീയഹോ പരന്റെ ചോരക്കസിനാവ് നീട്ടി നിർഭരം കൊതിക്കുന്നു പിശാചിനൊപ്പമേൻ. എല്ലാവരും പരിശുദ്ധ പ്രവാചകനെ പഠിച്ചിട്ടുണ്ട്, അത് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മലയാളം കൂടുതൽ വായിച്ചൊരു കവിയാണ് മഹാകവിയായ ഇക്കിരി കൃഷ്ണൻ. ആ ഇക്കിരി കൃഷ്ണൻ നമ്മളോട് പറയുന്നുണ്ട്, പരിശുദ്ധ പ്രവാചകന്റെ ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ മുഴുവൻ മുടിനാരിയുടെ കീറിയിട്ട് മലയാളിയുടെ മുമ്പിലേക്ക് സമർപ്പിച്ച കവിയാണ് ഇക്കിരി കൃഷ്ണൻ. അവസാനം അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ആ മഹാകവി മലയാളിയോട് ചോദിച്ചൊരു ചോദ്യം. എന്താ ഇക്കിരി കൃഷ്ണൻ ചോദിച്ചത്? പാരിയുടെ അൽ അമീൻ എന്നൊരു പേരിനെ ആരുതാൻ അർഹൻ, ഈ പ്രവാചകനല്ലാതെ അൽ അമീൻ എന്ന പേരിന് അർഹതയുള്ളത് പിന്നെ മറ്റാരാൻ? ആ ചോദ്യം ചോദിച്ചത് ആരാണ്? മഹാകവി ഇക്കിരി കൃഷ്ണനാണ്. എന്റെ പ്രിയപ്പെട്ടവർ, NC നാരായണൻ എന്ന് പറയുന്ന ഒരു കവിയുണ്ട്. അദ്ദേഹം ചോദിച്ചത് വേറെ ചോദ്യമാണ്. ഗുണനിധി ഭഗവാൻ റസൂൽ വന്നണയും മുഹൂർത്തം. റബീഉൽ അവ്വൽ 12 പറ്റി NC നാരായണൻ ചൊല്ലിയ കവിത അതാണ്. ഗുണനിധി ഭഗവാൻ റസൂൽ വന്നണയും മുഹൂർത്തം. എന്നാലേ അതേ MC നാരായണൻ പരിശുദ്ധ പ്രവാചകന്റെ വിയോഗത്തെ, നിര്യാണത്തെ, വഫാത്തിനെ വേദനാജനകമായിട്ടാണ് തന്റെ വരികൾക്കിടയിലൂടെ കുറിച്ചു വെച്ചത്. അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ക്രിസ്താബ്ദം 630 ഒത്തുലസിച്ച ജൂൺ മാസം 8. ക്രിസ്താബ്ദം അതാണ് ക്രിസ്താബ്ദം അല്ലേ? ഈ വർഷം 630 ക്രിസ്താബ്ദം 632 ഒത്തുലസിച്ച ജൂൺ മാസം 8-ാം തീയതി എന്ന് പറഞ്ഞാല് ആ വർഷം അതാണ്. പരിശുദ്ധ പ്രവാചകൻ ലോകത്തോട് വിട പറഞ്ഞ വർഷത്തെ പോലും കവി സൂചിപ്പിക്കുന്നത് നോക്ക് നിങ്ങള്. ക്രിസ്താബ്ദം 630 ഒത്തുലസിച്ച ജൂൺ മാസം 8. ആ ജൂൺ മാസം 8-ാം തീയതി എന്താണ് സംഭവിച്ചത്? ഇനി അവിടെ നിന്ന് വഫാത്താകുന്ന പ്രായം അമ്പിൽ തിരുവയസ്സമ്പതും പിന്നീടൊരൊമ്പതും 4 തികഞ്ഞ നാളിൽ. അൻപിൽ സ്നേഹത്തോടുകൂടെ അവിടുത്തെ വയസ്സ് 50 പിന്നീടൊരു 9 4 50 9 4 അപ്പൊ 63 വയസ്സായി. അപ്പൊ എന്താ സംഭവിച്ചത്? അമ്പിൽ തിരുവയസ്സമ്പതും പിന്നീടൊരൊമ്പതും 4 തികഞ്ഞ നാളിൽ ചന്ദ്രവാര്യത്തിങ്കലിത്തം പ്രശോഭിച്ച ചന്ദ്രനാഹന്ത പോയി അസ്തമിച്ചു. ഇത്രകാലം ഞങ്ങൾക്ക് പ്രഭ പരത്തിയ പാതിരാത്രിയുടെ നിശയുടെ നിശബ്ദതയിൽ പോലും കുറ്റാക്കുരിരുട്ടിന്റെ ഇടയിലും ഞങ്ങൾക്ക് വെളിച്ചം തന്ന് ഞങ്ങളെ വഴി നടത്തിയ 14-ാം രാവിന്റെ പൗർണമി ചന്ദ്രവാരത്തിങ്കലിത്തം പ്രശോഭിച്ച ചന്ദ്രനാഹന്ത പോയി അസ്തമിച്ചു. ആ ചന്ദ്രനാണ് അസ്തമിച്ചു പോയത് എന്ന് പരിശുദ്ധ പ്രവാചകന്റെ വഫാത്തിന്, വിയോഗത്തെ ഇത്രമേൽ സ്തോഭജനകമായി അടർത്തിയെടുത്ത
ഭാഷാ നിപുണനായിരുന്നു MC നാരായണൻ എന്ന് പറയുന്ന കവി. ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സർവമതസ്ഥരും പ്രവാചകനെ പഠിച്ചിട്ട് കവിത പാടി ആ കവിതയെ ഏറ്റുപിടിച്ച ഭാരതത്തിന്റെ നടുത്തടത്തിലെ പത്രസമ്മേളനത്തിലൂടെ, ചാനൽ ചർച്ചയിലൂടെ വൈകാരികമായിട്ട് അടർത്തിയെടുത്ത വാക്കുകൾ ഉപയോഗിച്ച് പാവപ്പെട്ട പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെ അനുയായികളുടെ മനസ്സിന് മുറിവേറ്റിട്ടുണ്ടെങ്കിൽ ആ വ്രണത്തിൽ കുത്തി നോവിക്കുന്ന ഏർപ്പാടാണ്, എരുതിയിലേക്ക് എണ്ണയൊടിക്കുന്ന ഏർപ്പാടാണ് ഭരണകൂടത്തിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവര്. അപ്പോഴാണ് അശോക് സ്വൈൻ എന്ന് പറയുന്ന യുനെസ്കോയുടെ മുൻ ചെയർമാനായിരുന്ന, ഇന്ത്യ രാജ്യത്തിന്റെ ഒരുപാട് സർവകലാശാലകളിൽ പ്രൊഫസറായിട്ട് സേവനം ചെയ്ത് സമാധാനത്തിൽ PhD എടുത്തൊരു മനുഷ്യൻ, അശോക് സ്വൈൻ എന്ന് പറയുന്ന ഇന്ത്യക്കാരൻ 2 ദിവസം മുമ്പ് ട്വിറ്ററിൽ കുറിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഒരുപാട് മാധ്യമ പ്രവർത്തകര് അശോകിന്റെ ആ സ്റ്റേറ്റ്മെന്റിനെ ഏറ്റെടുത്തിട്ടുണ്ട്. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താ അശോക് സ്വൈൻ ചോദിച്ചത്? When farmers were protesting, no one demolished their houses. ഇന്ത്യ രാജ്യത്ത് കർഷക സമരം നടത്തി, ഒരൊറ്റ കർഷകന്റെ വീടും തകർക്കപ്പെട്ടിട്ടില്ല. കർഷക സമരം നടത്തിയതിന്റെ പേരിൽ ഒരൊറ്റ കർഷകന്റെ വീടും തകർക്കപ്പെട്ടിട്ടില്ല. When Gujars were protesting, no one demolished their houses. ഗുജർ വിഭാഗം രാജ്യത്തെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ പോയിട്ട് രായ്ക്ക് രാമാനം എരുതിയിലേക്ക് എണ്ണയൊടിക്കുന്ന രീതിയിൽ സംഘർഷങ്ങൾ നടത്തി, പ്രക്ഷോഭങ്ങൾ നടത്തി. No one demolished their houses. ഒരു ഗുജർ വിഭാഗത്തിന്റെ വീടും പ്രക്ഷോഭം നടത്തപ്പെട്ടതിന്റെ പേരിൽ അഗ്നിക്കിരയാക്കപ്പെട്ടിട്ടില്ല, ബുൾഡോസറുകളെ കൊണ്ട് തകർക്കപ്പെട്ടിട്ടില്ല. When the Jabuts were protesting, no one demolished their houses. രജപുത്രന്മാര് ഈ രാജ്യത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ, UP എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തിന്റെ ഉത്തർപ്രദേശിന്റെ ഓരോ ഊടുപടികളിലും വലിയ വലിയ പ്രക്ഷോഭങ്ങൾ നടത്തി. ഒരുപാട് ആളുകൾ കൊല ചെയ്യപ്പെട്ട പ്രക്ഷോഭം. പക്ഷേ no one demolished their houses. ഇത്ര വലിയ ഭീമാകാരമായ പ്രക്ഷോഭം നടത്തിയിട്ടും രജപുത്ര വിഭാഗത്തിന്റെ ഒരു വീട് പോലും ഈ രാജ്യത്ത് തകർക്കപ്പെട്ടിട്ടില്ല. ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം അശോക് സ്വൈൻ രേഖപ്പെടുത്തുന്ന ഒരു വാക്കുണ്ട്, when Muslims were protesting. അപ്പൊ പാവപ്പെട്ട മുസ്ലിങ്ങൾ അവരുടെ ആത്മീയ ആചാര്യനായ പരിശുദ്ധ പ്രവാചകനെതിരെ മതനിന്ന, പ്രവാചക നിന്ന പ്രയോഗം നടത്തി അവരുടെ മനസ്സ് നൊന്തുപോയപ്പോ, ആരോഗ്യകരമായി മുഷ്ടി ചുരുട്ടിയിട്ട് അവർ പ്രതിഷേധം നടത്തിയപ്പോ, അവരുടെ മാത്രം വീടുകളെ തെരഞ്ഞു പിടിച്ചിട്ട് ആ ഭരണകൂടം ബുൾഡോസറുകളെ കൊണ്ട് തകർത്ത് തരിപ്പണമാക്കി. എന്നിട്ട് അശോക് സ്വൈൻ അവസാനം പറയുന്നുണ്ട്, യെസ്, അതെ, മൈ ഇന്ത്യ ഈസ് വെരി സെക്യുലർ. എന്റെ രാജ്യം വളരെ ജനാധിപത്യവും മതേതരത്വവുമായിരിക്കുന്ന രാജ്യമാണ് എന്ന് അദ്ദേഹം അവസാനം വ്യംഗ്യരൂപേണ ഇന്ത്യ രാജ്യത്തെ പരിഹസിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ആർഷഭാരത സംസ്കാരവും ആയുർവേദ സംസ്കാരവും ആധ്യാത്മിക സംസ്കാരവും ഒക്കെ ഒത്തുചേർന്നിരിക്കുന്ന ഋഷിവര്യന്മാരുടെ, പുങ്കവന്മാരുടെ, സന്യാസരട്ടന്മാരുടെ, പ്രവാചക തുല്യരായിരിക്കുന്ന ആളുകളുടെ, സൂഫി വര്യന്മാരുടെ മനോഹരമായ കാൽപാദം പതിഞ്ഞുപോയ രാജ്യം, അവരെല്ലാം പടുത്തുയർത്തിയ രാജ്യം. ബാബ ഫരീദ് ശക്കൻസറി എന്ന് പറയുന്ന മഹാനായ ഡൽഹിയുടെ സൂഫിയുടെ ദർബാറിൽ ഖാൻകാഹിൽ ഉണ്ടായിരുന്നത് എല്ലാ മതക്കാരായിരുന്നു. ബാബ ഫരീദ് ശക്കൻസറിന്റെ അടുക്കലേക്ക് സിഖുകാർ വരും, ആത്മീയത നുണരാൻ ഹൈന്ദവർ വരും, ക്രൈസ്തവർ വരും. ഒരു ദിവസം ബാബ ഫരീദിന്റെ കയ്യിലേക്ക് ഒരു പട്ടുതൂവാല കൊണ്ടുപോയി കൊടുക്കുകയാണ് എല്ലാ മതക്കാരും കൂടിയിട്ട് ആത്മീയാചാര്യനായ സൂഫിയായ ബാബ ഫരീദിന്റെ കയ്യിലേക്ക്. അപ്പൊ ഡൽഹിയുടെ ഇന്ദ്രപ്രസ്ഥത്തിന്റെ മണ്ണിൽ വെച്ച് ബാബ ഫരീദ് ശക്കൻജർ പറഞ്ഞൊരു വാക്കുണ്ട്, അതെന്നെ കേൾക്കുന്ന സകല മതസ്ഥരുമായ ആളുകളോട് ഈ വളഞ്ഞ വഴിയുടെ ജംഗ്ഷന്റെ മുമ്പിൽ വെച്ചിട്ട് ഉദ്ഘോഷിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്താ ബാബ ഫരീദ് പറഞ്ഞത്? അദ്ദേഹത്തിന് ഒരു പട്ടുതൂവാലയും ഒരു കത്രികയുമാണ് കൊടുക്കുന്നത് സൂഫിയുടെ കയ്യിലേക്ക്. എന്തിനാണ്? നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ പട്ടുതൂവാലയും നിങ്ങൾ കഷ്ണിച്ചോ, ഞങ്ങൾക്ക് കുഴപ്പമില്ല. ബാബ ഫരീദ് സർവമതസ്ഥരുമായ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, മുझे ഖീൻജീനദോ, എനിക്ക് നിങ്ങൾ ആരും കത്രിക തരാൻ പാടില്ല. മേ കാട്ട്നെ വാലാ നഹീ ഹോ, ഞാൻ ബന്ധങ്ങളെ കത്രിച്ച് കളയാൻ വന്ന സൂഫിയല്ല. അതുകൊണ്ട് ഉസ്കെ ബദലേ മേ മുझे സൂയി ദോ, നിങ്ങൾ അതിന്
പകരം എനിക്ക് സൂചി തരൂ. മേ ജോഡ്നെ വാലാ ഹൂം. ഞാൻ എവിടെയാണ് ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടത്, ഞാൻ എവിടെയാണ് ബന്ധങ്ങൾ കത്തിരിച്ച് കളയപ്പെട്ടത്, ആ കത്തിരിച്ച് കളയപ്പെട്ട വിച്ഛേദിക്കപ്പെട്ട ബന്ധങ്ങളെ തുന്നിച്ചേർക്കാൻ വന്ന ആചാര്യനാണ് എന്ന് ഡൽഹിയുടെ ഇന്ദ്രപ്രസ്ഥത്തിന്റെ പർണശാലയുടെ മുമ്പിൽ വെച്ചിട്ട് സർവമതസ്ഥരുമായ ശിഷ്യഗണങ്ങൾക്ക് ക്ലാസ് എടുത്തു കൊടുത്ത സൂഫിയുടെ മണ്ണാണ് ഈ മണ്ണ്. ആ രാജ്യത്തെ നമ്മൾ മറക്കാൻ പാടില്ല. അവിടെയാണ് ഇന്ത്യ രാജ്യത്തിന്റെ മടിത്തട്ടിലൂടെയാണ് ഗംഗ, യമുന, ബ്രഹ്മപുത്ര, എത്ര നദികളാണ് നിള, കുന്തിപ്പുഴ, തൂതപ്പുഴ, ഭാരതപ്പുഴ, നിളപ്പുഴ, ചാലിയാർപ്പുഴ, എത്ര പുഴകൾക്കാണ് ഈ മാതാവ് വേദിയൊരുക്കി കൊടുത്തത്. എത്ര സമ്പന്നമായ സംസ്കാരങ്ങളാണ് ഈ മാതാവിന്റെ മടിത്തട്ടിലൂടെ ഒലിച്ചു വശ്യസുന്ദരമായി നമ്മുടെ കണ്ണിണമകളെ നനയിപ്പിച്ചിട്ട് കടന്നുപോയത്. അപ്പോഴാണ് ഇഖ്ബാൽ ചോദിച്ചത്, ഗംഗ അല്ല, ഗംഗാ നദിയുടെ തീരങ്ങളെ, ഗംഗാ നദിയുടെ ഓളങ്ങളെ, ഈ ഇന്ത്യ രാജ്യത്തിന്റെ കഴിഞ്ഞുപോയ യുഗങ്ങളെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഉത്തരേ തെരേ കിനാരെ, ഗംഗാ നദിയുടെ തീർത്ഥജലങ്ങളെ, ഗംഗാ നദിയുടെ ഓളപ്പരപ്പുകളെ, നിങ്ങളുടെ പാർശ്വഭാഗങ്ങളിൽ എത്ര കാഫില സംഘങ്ങളാണ് ഈ രാജ്യത്ത് ഒട്ടകം ഇറങ്ങിയത്, എത്ര ആളുകളാണ് വീട് വെച്ച് താമസിച്ചത്, എത്ര സംസ്കാരങ്ങളാണ് ഉയർക്കൊണ്ടത്. അവിടെ മുസൽമാനുണ്ട്, അവിടെ ക്രൈസ്തവനുണ്ട്, അവിടെ ഹൈന്ദവനുണ്ട്. ലക്ഷ്മിയെടുത്തിയുടെ വീട്ടിൽ കറിയും കൂട്ടാനും വെച്ചപ്പോ ലക്ഷ്മിയെടുത്തിയാണ് ആമിനത്താത്താന്റെ വീട്ടിലേക്ക് അതിന്റെ ബാക്കി കൊണ്ടുപോയി കൊടുത്തത്. അതേതെങ്കിലും പാഠശാലയിലെ ക്ലാസ് കേട്ടിട്ടല്ല, പിന്നെ എവിടെ നിന്ന് കിട്ടിയ ഐക്യബോധമാണ്. അത് പരസ്പരം ജീവിച്ചു തീർത്തുപോയ ഋഷിമാര്, മുനിമാര്, സന്യാസിമാര്, സൂഫിമാര് അവർ കാണിച്ചു കൊടുത്ത ജീവിതത്തിന്റെ രജതരേഖയായിരുന്നു. ആ രജതരേഖ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഭാരതത്തിന്റെ മണ്ണില് അസ്പൃശ്യതയില്ലായിരുന്നു, പരസ്പരം കുത്തിനോവിക്കലില്ലായിരുന്നു, വ്രണത്തിൽ കുത്തലില്ലായിരുന്നു, ശവത്തിൽ കുത്തലില്ലായിരുന്നു. ഉൾക്കൊണ്ട് ജീവിക്കാൻ പഠിച്ചുപോയി നമ്മള്. അത് ഒരൊറ്റ ജന്മം, ഒരേ സമൂഹം, ഒരച്ഛനമ്മ തൻ ബാല്യവ്യൂഹം, അതോർക്കുകിൽ പിന്നെ ആധിപത്യം. നിതാന്ത സ്നേഹത്തിനാണ് സത്യം, എന്നും സ്നേഹത്തിനാണ് ആധിപത്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് പ്രവാചകൻ അനുരാഗത്തിന്റെ ദിവ്യ പൗർണമിയാണ്. ആ പ്രവാചകൻ എന്ന് പറയുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ജീവനേക്കാൾ വിലയുള്ള ഒരു പ്രതിഭാസമാണ്. അങ്ങനെ ജീവനേക്കാൾ വില കാണുന്ന ഒരു പ്രതിഭാസത്തിന്റെ ഏതെങ്കിലും രീതിയിൽ അവരെ അവജ്ഞയോടുകൂടെ ഒരു പ്രസ്താവന കൊണ്ട് പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെ വ്യക്തിത്വത്തെ നിന്ദിക്കുമ്പോ അതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഇരട്ടക്കൂടൽ തോക്ക് കൊണ്ട് വെടിയുണ്ട ഏൽക്കുന്നതിന് സമാനമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വിങ്ങിപ്പൊട്ടിയത്, അതുകൊണ്ടാണ് ഞങ്ങൾ ശബ്ദമുയർത്തിയത്. ആരെയും നോവിക്കരുത് എന്ന് അപ്പോഴും ഞങ്ങളെ പഠിപ്പിച്ച പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വചനാമൃതങ്ങളാണ് ഞങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഊടും പാവും നെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രവാചകൻ എല്ലാവരുടേതുമാണ്, പ്രവാചകൻ എല്ലാവർക്കും സ്നേഹം കൊടുത്തതാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ രാജ്യത്തെ ക്രൈസ്തവൻ പ്രവാചകൻ എന്ന് വിളിച്ച് അഡ്രസ് ചെയ്യുന്നത് ആരെയാണ്? ഈ രാജ്യത്തെ ഹൈന്ദവർ പ്രവാചകൻ എന്ന് വിളിച്ച് അഡ്രസ് ചെയ്യുന്നത് ആരെയാണ്? ഈ രാജ്യത്തെ സിഖുകാരൻ, ഈ രാജ്യത്തെ ജൂതൻ, ഈ രാജ്യത്തെ ബുദ്ധൻ, ഈ രാജ്യത്തെ ജൈനൻ, ഈ രാജ്യത്തെ പാർസി മതക്കാരൻ, ഈ രാജ്യത്തെ മതമുള്ളവനും മതമില്ലാത്തവനും പ്രവാചകൻ എന്ന വാക്കുകൊണ്ട് അഭിസംബോധന ചെയ്യുന്നത് ആരെയാണ്? മദീന മുനവ്വറയുടെ തങ്കത്താടികൾ കുടങ്ങൾക്ക് താഴെ നമ്മളെ കണ്ടിട്ട് കണ്ണിമ പൂട്ടിയിട്ട് സ്വച്ഛന്തമായിട്ട് കിടന്നുറങ്ങുന്ന ഞങ്ങളുടെ ഹൃദയത്തിന്റെ തുടിപ്പിനെ പറ്റിയാണ് രാജ്യത്തെ സകല മതസ്ഥരും പ്രവാചകൻ എന്ന് പ്രയോഗം നടത്തിയത് എങ്കിൽ ആ പ്രവാചകീയമായ സ്വഭാവം എന്താണ്? ആരെയും ചീത്ത വിളിക്കരുത് എന്നാണ്, ഉൾക്കൊള്ളലാണ്. ആ ഉൾക്കൊള്ളൽ ഇനി അങ്ങോട്ടും ഈ രാജ്യത്തെ പ്രബുദ്ധതയുള്ള പൗരൻ തുടരും. അത് ഉദ്ഘോഷിക്കുന്ന സദസ് കൂടിയാണ്. ആലപ്പുഴ ജില്ലയുടെ മണ്ണിന് ഏറ്റവും കൂടുതൽ രോമാഞ്ച കഞ്ചുകമണിയിച്ചുകൊണ്ട് SKSSFന്റെ കർമ്മധീരരായ ആളുകൾ ഇവിടെ നടത്തിയിരിക്കുന്ന ഈ ഒരു പരിപാടി, ഇതൊരു പ്രക്ഷോഭമാണെങ്കിൽ ഇത് ആരോഗ്യകരമായ പ്രക്ഷോഭമാണ്, ഇത് പ്രതിരോധമാണെങ്കിൽ ആരോഗ്യകരമായ പ്രതിരോധമാണ്, ആരെയും കുറ്റപ്പെടുത്താത്ത പ്രതിരോധമാണ്. പക്ഷേ ഒരു കാര്യം അർത്ഥശങ്കക്കിടയില്ലാതെ അഭിതർക്കിതം ഉച്ചരിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാൻ. ഞങ്ങൾക്ക് നൊന്തുപോയിട്ടുണ്ട്, ഞങ്ങൾ വിഷമിച്ചു പോയിട്ടുണ്ട്. ഞങ്ങളുടെ വിഷമത്തോടുകൂടെ ഞങ്ങളുടെ വിഷമത്തെ ഏറ്റുപിടിച്ചവൻ ഈ രാജ്യത്തെ ഭൂരിപക്ഷക്കാരനായ ഹൈന്ദവനാണ് എന്ന് നന്ദിപൂർവ്വം ഞങ്ങൾ സ്മരിക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് കേരളത്തിന്റെ മതേതര ബോധത്തിന് ഇന്നും ഒരു പോറലേൽക്കാതിരിക്കുന്നത്.
ജീവിക്കുന്നത്. കേരളത്തിലെ ഭൂരിപക്ഷക്കാരൻ ഈ രാജ്യത്തെ ഹൈന്ദവനാണ്, ഈ കേരളത്തിലെ ഹൈന്ദവനാണ്. ആ ഹൈന്ദവൻ മനസ്സ് വച്ചപ്പോഴാണ് ഇവിടെ അസ്പൃശ്യത വളരാതിരുന്നത്, ഇവിടെ വർഗീയത വളരാതിരുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കേരളത്തിലെ ഹൈന്ദവ സഹോദരനോട് നന്ദിപൂർവ്വം ഞങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങളെ പ്രവാചകൻ അപകീർത്തിപ്പെടുത്തിയതിൽ ഞങ്ങളെപ്പോലെ നിങ്ങൾ ദുഃഖിക്കുന്നുണ്ട്. ഈ രാജ്യത്തെ മതേതര വിശ്വാസിയായ ക്രൈസ്തവൻ ദുഃഖിക്കുന്നുണ്ട്, സർവ്വമതസ്ഥരും ദുഃഖിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ മകുടമായ പാരമ്പര്യത്തെ നമുക്ക് തിരിച്ചു പിടിക്കണം. മതങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണങ്ങൾ വരുമ്പോ ആ കടന്നാക്രമണങ്ങൾക്ക് രാജ്യത്ത് പരിഹാരമുണ്ട് എന്ന് ഡോക്ടർ അംബേദ്കർ എഴുതി വെച്ച ഭരണഘടനയുടെ ആ മനോഹരമായ ശീതഛായയിലാണ് നാം സർവ്വമതസ്ഥരും ഈ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ഭരണഘടന തകർക്കപ്പെടരുത്. അത് തകർക്കപ്പെടാത്ത കാലത്തോളം എനിക്കും നിങ്ങൾക്കും ഈ രാജ്യത്തിൽ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താനുള്ള സ്വാതന്ത്ര്യമുണ്ടാകും. ആ ഭരണഘടന തകർക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ജീവച്ഛവമാണ്, നമ്മൾ കീറച്ചാക്കാണ്, നമ്മൾ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യപ്പുഴുവാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടക്കുമ്പോ സമകാലിക പ്രസക്തി അതിനുണ്ട്. ഇത് എന്തിന്റെ പേരിലാണ്? പരിശുദ്ധ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാർമ്മികത പഠിപ്പിച്ച നേതാവാണ് എന്ന യാഥാർത്ഥ്യത്തെ സ്ഥിരപ്പെടുത്താനാണ്. ആ സ്ഥിരപ്രതിഷ്ഠ നേടപ്പെട്ട പ്ലാറ്റ്ഫോമിന്റെ അകത്ത് നിന്ന് നമ്മൾ ഉൾക്കൊള്ളലുകളെ പഠിക്കണം. ആ ഉൾക്കൊള്ളലുകളെ കൃത്യമായി പഠിക്കുകയും അത് പകർത്തുകയും അത് മറ്റുള്ളവരിലേക്ക് സന്നിവേശിപ്പിക്കുകയും ചെയ്ത പാരമ്പര്യമുള്ള ഇന്ത്യ രാജ്യത്തിന്റെ മടിത്തട്ടിൽ അന്യായമായിട്ട് ബുൾഡോസറുകളെ കൊണ്ട് പ്രതിഷേധിക്കുന്നവനെ, ആരോഗ്യകരമായിട്ട് ഏതെങ്കിലും അർത്ഥത്തിൽ പ്രതിഷേധം നടത്തുന്നവന്റെ വീടുകളെ തച്ച് തരിപ്പണമാക്കുന്ന രാജ്യത്തിന്റെ പാരമ്പര്യത്തോട് നിരക്കാത്ത ശൈലികൾക്ക് എതിരെയുള്ള ഒരു പ്രതിഷേധം കൂടിയായി ഈ സദസ്സിനെ നമ്മൾ കാണേണ്ടതുണ്ട്. കഴിഞ്ഞയാഴ്ച യുപിയിൽ പ്രവാചക നിന്നക്കെതിരെ പ്രതിഷേധം നടത്തിയ ജാവേദ് എന്ന് പറയുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരന്റെ വീട് പൊളിക്കാണ്. എപ്പോഴാണ് അവിടുത്തെ ഭരണകൂടത്തിന്റെ നോട്ടീസ് കടന്നു വരുന്നത്? ഞായറാഴ്ച പ്രഭാത സമയത്ത് പൊട്ടിവിടരുമ്പോ അദ്ദേഹത്തിന്റെ വീടുകളെ ബുൾഡോസറിന്റെ കൊക്കകളെ കൊണ്ട് തച്ച് തരിപ്പണമാക്കുകയാണ്. എന്നാൽ നിങ്ങളുടെ വീട് പൊളിക്കപ്പെടുകയാണ് എന്ന നോട്ടിഫിക്കേഷൻ കിട്ടുന്നത് എപ്പോഴാണ്? അതിന്റെ തലേ ദിവസം രാത്രിയാണ്. 1958 അതേ സംസ്ഥാനത്ത് കടന്നു വന്ന ബിൽഡിംഗ് റെഗുലേഷൻ ആക്ട് അനുസരിച്ച് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടത്തപ്പെട്ട ഒരു നിർമ്മാണം നടത്തപ്പെട്ട ഒരു കെട്ടിടം പൊളിക്കണമെങ്കിൽ കോടതിയുടെ നിയമം പോലും അതിന്റെ 15 ദിവസം മുമ്പ് നോട്ടീസ് കൊടുക്കണം. ബന്ധപ്പെട്ട അധികാരികളെ കൃത്യമായ കാര്യം ബോധ്യപ്പെടുത്തണം. അപ്പൊ ആളുകൾ പറയാണ്, ഞങ്ങളുടെ കെട്ടിടം പൊളിക്കപ്പെടുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ന്യായം കോടതിയുടെ മുമ്പിൽ ബോധ്യപ്പെടുത്താനുള്ള സാവകാശം വേണം, ഞങ്ങൾക്ക് അപ്പീലിന് പോകാൻ കഴിയണം. അങ്ങനെ അപ്പീലിന് പോകണം എന്ന് പറയുന്ന ആളുകൾക്ക് 30 ദിവസത്തെ സാവകാശം കൊടുക്കണമെന്ന് 1958 ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ റെഗുലേഷൻ ആക്ട് പറയുന്ന അതേ സംസ്ഥാനത്തിന്റെ മടിത്തട്ടിലാണ് കഴിഞ്ഞ ശനിയാഴ്ച അർദ്ധരാത്രി നോട്ടീസ് പതിക്കുക. ഞായറാഴ്ച ദിവസം പ്രഭാതം പൊട്ടിവിടരുന്ന നേരത്ത് കണ്ടും തിരുമ്പി വരുമ്പോ ഗൃഹനാഥനും ഗൃഹനായികയും ബന്ധുമിത്രാദികളും കാണുന്നത് തങ്ങൾ പൊന്നുപോലെ പണിതുണ്ടാക്കിയ സ്വപ്ന ഭവനത്തെ ഭരണകൂട ഭീകരതയുടെ ഭാഗമായിട്ട് JCB കൊണ്ടുവന്നിട്ട് തച്ച് തകർക്കുക. ഇവിടുത്തെ ന്യായം. ആ രാജ്യത്തിന്റെ മടിത്തട്ടിൽ പ്രബുദ്ധത എന്ന് പറയുന്നത് അനിവാര്യമാണ്. കേരളം വേറിട്ട് നിന്നത് അവിടെയാണ്. നമ്മൾ വിദ്യാഭ്യാസം നേടി, നമ്മൾ സാക്ഷരതയുള്ളവനായി. അതുകൊണ്ട് തന്നെ എല്ലാ മതക്കാരും ഇവിടെ പ്രബുദ്ധരാണ്. ആ പ്രബുദ്ധതയുള്ള കേരളത്തില് ഒരു വഞ്ചനയും വില പോകുന്നില്ല. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, യുപിയിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ന്യൂനപക്ഷങ്ങള് ഷണ്ഡീകരിക്കപ്പെട്ട കാളക്കുട്ടന്മാരാണ്. അതുകൊണ്ട് ഈ രാജ്യത്തെ മക്കള് ന്യൂനപക്ഷങ്ങളും ബന്ധപ്പെട്ട ആളുകളും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും ഷണ്ഡീകരിക്കപ്പെട്ട കാളക്കുട്ടന്മാരായി പോകാൻ പാടില്ല. രാജ്യത്തിന്റെ മതേതരത്വത്തിന് വേണ്ടി ശബ്ദമുയർത്തണം എന്നർത്ഥം. അരിയായരികത്തണഞ്ഞിടും നരനും സ്നേഹരസത്തിലഗ്രജൻ എന്നാണ് പണ്ഡിറ്റ് കറുപ്പൻ എന്ന് പറയുന്ന കവി പരിശുദ്ധ പ്രവാചകനെ പറ്റി പറഞ്ഞത്. അരിയായരികത്തണഞ്ഞിടും നരനും സ്നേഹരസത്തിലഗ്രജൻ. ശത്രുവായിട്ട് മുന്നിലേക്ക് കടന്നു വരുന്ന ആൾക്ക് പോലും ജ്യേഷ്ഠന് തുല്യമായി ഉപദേശം കൊടുക്കുന്ന ഒരു നായകൻ അതായിരുന്നു മുഹമ്മദ്
മുഹമ്മദ് നബി എന്നാണ് പണ്ഡിറ്റ് കറുപ്പന്റെ കവിതയിൽ പറയപ്പെടുന്നത്. ഇതിന് തെളിവുണ്ട്. പണ്ഡിറ്റ് കറുപ്പൻ ആ തെളിവ് ഉദ്ധരിക്കുന്നത് എവിടെയാണ്? ഒരു ദിവസം അബൂജഹലിന്റെ വീട്ടിലേക്ക് പരിശുദ്ധ പ്രവാചക തിരുമേനിയെ വരുത്തണം. എന്തിനാണ്? അനുയായികളോട് പറയാണ്, മുഹമ്മദിനെ കൊല്ലണം. മുഹമ്മദിനെ കൊല ചെയ്യണമെങ്കിൽ മുഹമ്മദ് നടന്നു വരുന്ന വഴിയിൽ മുഹമ്മദ് അറിയാതെ ചതിക്കിണർ ഉണ്ടാക്കണം, ചതിക്കുഴി ഉണ്ടാക്കണം. ഉപരിതലം നോക്കിയാൽ പച്ചപ്പുള്ള ഭൂമിയാണ് എന്ന് മുഹമ്മദിന് തോന്നണം. എന്നാൽ ഉപരിതലത്തിൽ നിന്ന് ആ വഴിയിലൂടെ നടന്നു പോകുമ്പോ അത് ചതിക്കുഴിയാണ്. ആ കുഴിയിൽ മുഹമ്മദ് വീണു പോകണം. ആ കുഴിയിലേക്ക് മുഹമ്മദ് വീണു പോയാൽ വീണ് കിടക്കുന്നിടത്ത് വെച്ചിട്ട് നമുക്ക് കല്ലെറിഞ്ഞ് കൊലപ്പെടുത്താം. ഇതാണ് അവരുടെ തീരുമാനം. ഇതാണ് അവിടെ നിന്ന് പാസാക്കിയ പ്രമേയം. അപ്പൊ അബൂജഹൽ പറഞ്ഞു, എന്നാൽ എന്റെ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ നിങ്ങൾ ചതിക്കുഴി ഉണ്ടാക്കുക. അപ്പൊ ആളുകൾ ചോദിച്ചു, അബുൽ ഹക്കം, യാ അബുൽ ഹക്കം, പ്രിയപ്പെട്ട അബുൽ ഹക്കം. അബൂജഹലിനോട് അനുയായികൾ ചോദിക്കുകയാണ്, മുഹമ്മദ് എങ്ങനെ അങ്ങയുടെ വീട്ടിലേക്ക് വരും? മുഹമ്മദ് അങ്ങയുടെ ശത്രുവാൻ, അങ്ങ് മുഹമ്മദിന്റെ ശത്രുവാണ്. എങ്ങനെയാണ് പിന്നെ ശത്രുവായ മുഹമ്മദിനെ അങ്ങയുടെ വീട്ടിലേക്ക് വരുത്തുക? അപ്പൊ അബൂജഹൽ പറഞ്ഞ മറുപടി ഉണ്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, 1000 വട്ടം ഈ രാജ്യത്തിന്റെ ശർമ്മമാരോട് നമ്മൾ ഉച്ചരിക്കേണ്ട മറുപടിയാണത്. എന്താ അബൂജഹൽ പറഞ്ഞ മറുപടി? എന്റെ വീട്ടിലേക്ക് മുഹമ്മദിനെ വരുത്താൻ ഞാനൊരു ഉപായം കണ്ടെത്തിയിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, നിങ്ങൾ മുഹമ്മദിന്റെ വീട്ടിൽ പോയി പറയുക, അബുൽ ഹക്കം രോഗിയാണ്, അബൂജഹൽ രോഗിയാണ്, രോഗക്കിടക്കയിലാണ് എന്ന് പറഞ്ഞാൽ മുഹമ്മദിന് ഒരു സ്വഭാവമുണ്ട്. ശത്രുവായാലും മിത്രമായാലും ആരാണ് വേദന അനുഭവിക്കുന്നവര് അവരെ നിരുപാധികം പോയി സന്ദർശിക്കുന്നത് മുഹമ്മദിന്റെ ശൈലിയാണ്, മുഹമ്മദിന്റെ സ്വഭാവമാണ്. അപ്പൊ ഞാൻ രോഗം അഭിനയിച്ചിട്ട് എന്റെ വീട്ടിൽ കട്ടിലിൽ കിടക്കാം. എന്നെ കാണാൻ വരുമ്പോ നിങ്ങൾ ഒരുക്കിയ ചതിക്കുഴിയിൽ മുഹമ്മദ് വീഴും, അതോടുകൂടെ മുഹമ്മദിന്റെ കഥ കഴിയും എന്ന് മറുപടി പറഞ്ഞു ചരിത്രം. ആ ചരിത്രം പഠിച്ചിട്ട് പണ്ഡിറ്റ് കറുപ്പൻ എന്ന് പറയുന്ന കവിതിലകൻ കറുപ്പൻ, ആ കറുപ്പൻ മലയാളികളോട് കവിത പാടി. എന്താ പാടിയത്? അരിയായി അരികത്തണഞ്ഞിടും നരനും സ്നേഹരസത്തിലഗ്രജൻ. ശത്രുവായിട്ട് മുന്നോട്ട് വരുന്ന മനുഷ്യന്റെ മുമ്പിലും അഗ്രജൻ, ജ്യേഷ്ഠന്റെ ഗുണദോഷം നടത്തുന്ന സ്നേഹനിധിയായ പ്രവാചകൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തിബ്ത ഹയ്യ, അങ്ങ് ജീവിച്ചതും സുഗന്ധം, വതിബ്ത മൈത, അങ്ങ് പോയപ്പോഴും സുഗന്ധം. വൻഖത ബിമൗതിക മാ ലം യൻഖതി ലിമൗതി അഹദിൻ മിനൽ അംബിയാഇ മിനൻ നുബുവ്വ വലൗല അന്ന മൗതുക. നബിയെ, അങ്ങയുടെ വഫാത്ത് ആയിരുന്നില്ല എങ്കിൽ കാന ഇഖ്തിയാറൻ മിൻക, അങ്ങ് തെരഞ്ഞെടുത്ത നിയോഗമല്ലായിരുന്നു അങ്ങയുടെ വിയോഗമെങ്കിൽ ലജുദ്നാ ലിമൗതിക ബിന്നുഫൂസ്, ഞങ്ങളോടൊപ്പം അങ്ങയോടൊപ്പം ഞങ്ങളും ആത്മഹത്യ ചെയ്യുമായിരുന്നു. ഈ വാക്ക് പറഞ്ഞത് ആരാണ്? ഞാനല്ല, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കാണത്. ലജുദ്നാ ലിമൗതിക ബിന്നുഫൂസ്, ഇതങ്ങ് തെരഞ്ഞെടുത്ത മരണമല്ലായിരുന്നുവെങ്കിൽ മുഹമ്മദ് നബിയെ, എന്റെ മകളായ ആയിഷാന്റെ കട്ടിലിൽ വഫാത്തായി കിടക്കുന്നവരെ ഞങ്ങളും ആത്മഹത്യ ചെയ്യുമായിരുന്നു. പരിശുദ്ധ പ്രവാചകൻ അത് പഠിപ്പിച്ചിട്ടില്ല. ഇതങ്ങ് തെരഞ്ഞെടുത്ത മരണമാണ്, വഫാത്താൻ. അതുകൊണ്ട് സ്വർഗത്തിൽ കണ്ടുമുട്ടണം, പരിശുദ്ധ ഹബീബിന്റെ കൂടെ ഒരുമിച്ച് കൂടണം. അവിടെ നിന്ന് പഠിപ്പിച്ച സ്നേഹം ഈ രാജ്യത്ത് നിലകൊള്ളണം. ഈ രാജ്യത്ത് എല്ലാവരെയും സ്നേഹിക്കണം. മല്ലം യർഹം സഗീറന, നമ്മളെ കൂട്ടത്തിലെ ചെറിയ മക്കളെ കാണുമ്പോ കരുണ കാണിക്കാത്തവർ, വലം യുവക്കിർ കബീറന, വയസ്സിന് മൂത്ത ആളുകളെ കാണുമ്പോ ഏത് മതക്കാരാവട്ടെ അവർക്ക് ആദരവ് കൊടുക്കാത്തവർ ലൈസമിന്ന, എന്റെ സംസ്കാരത്തിൽ പെട്ടവരല്ല എന്ന് പറഞ്ഞ പരിശുദ്ധ പ്രവാചകന്റെ വചനം ജീവിതത്തിൽ പകർത്തുന്ന ഒരു മുസ്ലിമിന് ആരെയും നോവിക്കാൻ കഴിയില്ല, ആരെയും വേദനിപ്പിക്കാൻ കഴിയില്ല, എല്ലാവരെയും ചേർത്ത് പിടിക്കാനേ കഴിയൂ. അതാണ് പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ചത്. ആ സ്നേഹം ജയിക്കട്ടെ, രാജ്യം ജ്വലിക്കട്ടെ, നഷ്ടപ്പെട്ടു പോയ മതേതരത്വം തിരിച്ചു വരട്ടെ. എല്ലാവിധ ഭാവുകങ്ങളും അർപ്പിച്ചുകൊണ്ട് ഊസിക്കും ബിദ്ദുആ വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.